യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 144 സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 10-ാമത്തെ അധ്യായം അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് അത് തുടർമാനമായിട്ട് ചിന്തിക്കുവാനും ആ അധ്യായം പഠിച്ചു തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ എളുപ്പമുള്ള വിഷയങ്ങളാണ് ബാക്കിയുള്ള വാക്യങ്ങളിൽ. ഇന്നത്തെ സമയം കൊണ്ട് അത് ചിന്തിച്ചു തീരുവാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1-2 അറിയിപ്പുകൾ പെട്ടെന്നൊന്ന് അറിയിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2026 ജനുവരി മാസം 6, 7, 8 തീയതികളിലായി ക്രമീകരിച്ചിരിക്കുന്ന, അതായത് കോട്ടയത്ത് കാരിത്താസിൽ വെച്ച് കാസ മറിയ എന്ന് പറയുന്ന ആ ഫെസിലിറ്റീസിൽ വെച്ച് നടക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാർ, അതിനായിട്ട് നിങ്ങളൊക്കെ പേര് രജിസ്റ്റർ ചെയ്ത് കാണും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിനായിട്ട് ഉത്സാഹിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. റൈറ്റ് ഡിവിഷൻ സെമിനാർ ആണ്. അവിടെ വളരെ നല്ല ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ പ്രസംഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട മെയിൻ ലീഡേഴ്സ് എല്ലാവരും തന്നെ, നമ്മുടെ ഇടയിൽ നിന്നുള്ള എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രദർ നദീഷ് ചെറിയാനുണ്ട്, ബ്രദർ സാം ഫിലിപ്പ് മോസ്റ്റ് ലൈക്ലി കൺഫേം ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ ലീല സണ്ണി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എൽദോ വർഗീസ് ബ്രദർ ഉണ്ട്, ഞാനും ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ലഭിക്കുന്ന ഒരു മനോഹരമായ അവസരമാണ്. ആ നടക്കുന്ന മീറ്റിങ്ങിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് ഓൺ വാട്ട് വി സ്റ്റാൻഡ്, അതായത് നമ്മുടെ അടിസ്ഥാന പ്രമാണം, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പ്രമാണം എന്നുള്ളതാണ് അതിന്റെ തീം. ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്. അതായത് എന്താണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നുള്ളത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാ ആംഗിളുകളും ചിന്തിക്കുകയും 3 ദിവസമായിട്ട് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് താമസിക്കുവാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റും നിങ്ങളുടെ റൂമും ഒക്കെ ഉറപ്പാക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. വളരെ നല്ല ഫെസിലിറ്റിയാണ്. വളരെ വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങളെ പഠിക്കുവാനും ചിന്തിക്കുവാനും എല്ലാ കാര്യങ്ങളും ഒരു റെസിഡൻഷ്യൽ ഫെസിലിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ 3 ദിവസം അതിനായിട്ട് വേർതിരിച്ച് അതിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മുടെ സിബി ബ്രദർ, എലന്തൂരുള്ള സിബി ബ്രദർ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. ബ്രദർ സിബി എലന്തൂർ 9495591252. ഈ ഫോൺ നമ്പറിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെമിനാറിൽ ചേരുവാനായിട്ട് ഉള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ഡോക്ടർ ചെറിയാൻ കുര്യനെയോ ബ്രദർ എൽദോ വർഗീസിനെയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ സിബി ബ്രദറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ കാര്യങ്ങൾക്ക് ഒരു കൺഫർമേഷനും നിങ്ങളുടെ ബുക്കിംഗ് ഒക്കെ ഉറപ്പാക്കുവാനായിട്ട് കഴിയും എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഈ ഒരു റൈറ്റ് ഡിവിഷൻ സെമിനാർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. അനേകർ ഹോളിഡേ, ഒരു അവധിക്കാല സമയമാണല്ലോ, അനേകർക്ക് വന്നു ചേരുവാൻ കഴിയുന്ന ഒരു ടൈം പീരീഡാണ്. വരുന്നവരൊക്കെ വെളിയിൽ നിന്നൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നവർ വരുന്നവരൊക്കെ പലരും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റും നിങ്ങളുടെ റൂമും ഒക്കെ ഉറപ്പാക്കുവാനായിട്ട് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു വിഷയം അറിയിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു, മൂവാറ്റുപുഴയിൽ നമ്മളൊരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു സഭാ കൂടിവരവിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഉടൻ തന്നെ അവിടെ ഒരു സഭാ കൂടിവരവിനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മൂവാറ്റുപുഴയിലെ ബൈബിൾ ക്ലാസ് നമുക്ക് ഈ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അതിനായിട്ട് ദൈവം മുഖാന്തരങ്ങളെ തുറന്നു തന്നിരിക്കുന്നു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ എൽദോ വർഗീസ് അവിടുത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ തിങ്കളാഴ്ച മുതൽ മൂവാറ്റുപുഴയിൽ വെച്ച് നമ്മുടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനായിട്ട് ബ്രദർ എൽദോ വർഗീസിനെ കോൺടാക്ട് ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ എറണാകുളത്ത് നമുക്കൊരു സഭാ കൂടിവരവിന്റെ ആവശ്യമുണ്ട്. ഡിസംബർ മാസം അവസാനത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ജനുവരി ആദ്യ സമയങ്ങളിലായിട്ട് തന്നെ ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു വിഷയം കൂടെ പറയുകയാണ്. അതായത് നമ്മൾ ജലസ്നാനം എന്നൊരു പഠന പരമ്പര ആരംഭിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. പല ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. കൊർന്നലിയൂസിന്റെ സ്നാനം വരെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അതിനിടയിൽ ഒരല്പം ഇന്ററപ്ഷൻ ഉണ്ടാകുവാനായിട്ടിടയായി.
തുടർന്ന് പഠനം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഈ ആഴ്ച മുതൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്നാനം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു 10-15 വീഡിയോയ്ക്ക് മേലെ നമ്മൾ ചെയ്ത് A to Z അതിന്റെ എല്ലാ വശങ്ങളും തിരുവചന പ്രകാരം നമ്മൾ അതിനെ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അത് താല്പര്യമുള്ളവർക്ക് പഠിക്കാം, മനസ്സിലാക്കേണ്ടുന്നവർക്ക് മനസ്സിലാകാം. ചിലർക്ക് അത് മനസ്സിലാകുന്നില്ല, അവർക്ക് ട്രഡീഷണൽ രീതിയാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തുടരാം. ഇതിലൊന്നും നിർബന്ധമില്ല. ആർക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, രക്ഷപ്പെടണം, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇല്ല, ഇതിന്റെ താല്പര്യം, ഇതിന് ആവശ്യമില്ല, ഞങ്ങളുടെ ട്രഡീഷണൽ രീതിയോടാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് പോകാനുള്ള സാവകാശമുണ്ട്. എന്നാൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ട് ഞാൻ ഈ സ്നാനത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അടുത്ത ക്ലാസ്സിൽ എന്താണ് ആക്ച്വലി സ്നാനം, എന്താണ് ക്രിസ്തീയ സ്നാനം, എന്താണ് നമുക്കുള്ള ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തീയ സ്നാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തുടങ്ങും. ഈ ഒരു ഇന്ററപ്ഷൻ കഴിഞ്ഞിട്ട് ആരംഭിക്കുന്ന ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷമായിട്ട് ലിഡിയ, അതായത് ലുദിയയുടെ സ്നാനം അതെന്തായിരുന്നു, എന്ത് സ്നാനമാണ് ലുദിയ സ്വീകരിച്ചത്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അതിന്റെ ആ സ്നാനം എന്താണ്. കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അതെന്താണ്. അപ്പോസ്തല പ്രവർത്തികൾ 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് 12 ശിഷ്യന്മാരോട് ചോദിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശാലമായിട്ട് പഠിക്കും. അതൊന്നും മനസ്സിലാകാതെ ജനം നമുക്കെതിരായിട്ട് പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി അതിനെ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ ഒക്കെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പെന്തക്കോസ്ത് നാളിൽ നിന്ന് പറയുന്നതല്ല, തന്റെ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ താൻ സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ള വിഷയങ്ങളും കൂടെ നമ്മൾ ചേർന്ന് ചിന്തിക്കും. ഇനി ഈ വാട്ടർ ബാപ്റ്റിസം ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ ഉപദേശത്തിൽ ഇരുന്നാൽ അതുകൊണ്ട് എന്താണ് ദോഷം എന്നുള്ള വിഷയം കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിന് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ, അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് പ്രാക്ടീസ് ചെയ്യുന്നതിലെ ദോഷവശം എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കും. ഇതെന്താണ്, നമ്മൾ ഇത് അറിയാതെ പോയാൽ, അല്ലെങ്കിൽ ജലസ്നാനത്തിന്റെ ഉപദേശവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്യും. അതിനുശേഷം ഇതുവരെ എനിക്ക് സ്നാനത്തെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ, നമ്മൾ പല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും ചില പ്രധാന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ചില പെക്യുലിയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ കഴിഞ്ഞിടയിലൊക്കെ ലഭിച്ചത്, അതിനെല്ലാം കൂടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒരു Q&A സെഷൻ ചെയ്യും. ഇതോടുകൂടി സ്നാനത്തെക്കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ പറയും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്നാനങ്ങളെയും കവർ ചെയ്ത് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. അതുകൊണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് അവൈലബിൾ ആക്കണം. അതിനു വേണ്ടിയിട്ട് അടുത്ത ഈ ആഴ്ച മുതൽ ആ സ്നാനത്തിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാകുന്നവര് ദൈവസ്നേഹത്തോട് അത് മറ്റുള്ളവരെ വളരെ ആത്മാർത്ഥതയോട് പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. കാര്യം ഈ സത്യം മനസ്സിലായ നമ്മൾ എന്താ പറയുന്നത്, ഒരു ട്രഡീഷണൽ കെട്ടിൽ ആകപ്പെട്ടിരിക്കുന്ന, ഈ കെട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാത്താന്റെ ആ ഒരു പിടിയിൽ, ആ ഒരു അന്ധകാരത്തിന്റെ ഇരുട്ടിൽ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ, സമാധാനത്തോടെ സ്നേഹത്തോടെ അത് പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നമുക്ക് റോമാലേഖന പഠനത്തിലേക്ക് വരാം. 10-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് ആ അധ്യായം പഠിച്ചു തീരണം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. തുടർമാനമായിട്ട് ഞാനൊന്ന് ആദ്യത്തെ ഭാഗങ്ങളൊന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം. 10-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയ ലെറ്റ് മീ പ്രൊജക്ട് വേഴ്സസ്. 4-ാമത്തെ അധ്യായമാണ് 4-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് തുടർമാനമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറക്കുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇത്രയും നമ്മളൊന്ന് നിർത്തിയിട്ട് നമുക്ക് തുടർമാനമായ ചിന്തയിലേക്ക് വരാം. ഇവിടെ ഈ 4-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അവിടെ പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. 10-ാം അധ്യായത്തിലെ പൊതുവായ പ്രതിപാദ്യ വിഷയം നിങ്ങൾക്കറിയാം, ഇസ്രായേൽ വീണുപോയി എന്നുള്ളതാണ്. അവരുടെ തിരസ്കരണം, അവര് ദൈവത്തെയും ദൈവിക വിശ്വാസത്തെയും ദൈവവചനത്തെയും ദൈവിക പദ്ധതിയും ഒക്കെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ അവരുടെ ആ തിരസ്കരണം, അങ്ങനെ അവർ വീണുപോയി എന്നൊരു വിഷയമാണ് 10-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുന്നത്. അവരുടെ വാഗ്ദത്ത പദ്ധതിയിൽ അവർ എത്തിയില്ല. 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ച് നിർത്തുന്നത് അങ്ങനെയാണ്, വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ എന്നാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ശരിക്കും കർത്താവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം. അതായത് രക്ഷകനായ മശിഹ വരണം. അവനിലൂടെ അല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല. കാര്യം 613 10 കൽപ്പനകളും അതിൻ്റെ കൂടെ 613 സബ് ക്ലോസസും ഒക്കെ ആയിട്ട്, നിയമങ്ങളും നിയമാവലിയും ഒക്കെ ആയിട്ട്, അതിൽ ഒരെണ്ണം പോലും തെറ്റിക്കാൻ പാടില്ല. അത് മുഴുവനും പാലിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു ആയാസകരമായ ടാസ്കാ. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അങ്ങനെ ആ പ്രമാണങ്ങൾ മുഴുവനും, അതിൽ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും തെറ്റിപ്പോയി എന്ന. അപ്പൊ അത് മുഴുവനും എല്ലാ ദിവസവും പാലിച്ച് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പ്രാപ്തനായ ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അത് അവരുടെ പ്രോമിസ് ആണ്. അത് അവൻ വന്നു കഴിയുമ്പോൾ അവർ അവനെ കൈക്കൊള്ളണം, അവന്റെ വചനം അനുസരിക്കണം. അതായിരുന്നു ഈ പ്രമാണം കൊണ്ട് ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നത്, അർത്ഥമാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണം, കർത്താവ് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയാൻ കാരണം. പക്ഷെങ്കിൽ അവര് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതെ, അവന്റെ സന്നിധിയോട് അടുത്ത് വരാതെ, അവര് പ്രവൃത്തികളാൽ രക്ഷ നേടുവാൻ കഴിയും. മെക്കാനിക്കലി, അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ള ആ ഓരോന്നും പ്രവൃത്തികൾ ചെയ്ത് ആ പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയോട് അവർ കൂടുതൽ അക്വൈന്റഡ് ആയി. ആ ഒരു രീതിയാണ് അവര് അവലംബിച്ചത്. 9-ാം അധ്യായത്തിന്റെ 31, 32 വാക്യമൊക്കെ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്, അവർ വിശ്വാസത്താലല്ല പ്രവൃത്തിയാൽ തന്നെ അന്വേഷിച്ചു. അതുകൊണ്ട് ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി അവർ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. ഇസ്രായേൽ അവരുടെ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു വിശ്വാസത്തിന്റെ ആഴമല്ല, മറിച്ച് പ്രവൃത്തികളാൽ അവർ അന്വേഷിച്ചു. പ്രവൃത്തികൾ ചെയ്ത്, പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, ഉപ്പിലും മുളകിലും ജീരകത്തിലും ഒക്കെ പതാരമൊക്കെ കൊടുത്ത്, അങ്ങനെ പ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി. എന്നാൽ കർത്താവിനെ അയക്കുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ അവരത് മനസ്സിലാക്കുക. അതിനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗലാത്യ ലേഖനം ഒന്ന് കാണിച്ച് നിങ്ങൾ ആ പർപ്പസ് അല്ലെങ്കിൽ ആ പദ്ധതി ഒന്ന് മനസ്സിലാക്കി തന്നതായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം, നിങ്ങളുടെ ആ മെമ്മറി ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട്. ഗലാത്യ ലേഖനം 3:23 നമ്മൾ കണ്ടത്, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ കീഴെ നമ്മളെ ആക്കിയിരുന്ന കാര്യം, നമ്മൾ വിശ്വാസത്തിനായിട്ട് നമ്മൾ വരുന്നതിന് മുമ്പ്, വിശ്വാസം വരും മുമ്പേ നമ്മളെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അടുത്ത വാക്യം പറയുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഒരു ബേബി സിറ്ററുടെ റോളായിരുന്നു ഈ ന്യായപ്രമാണത്തിന്റെ. കർത്താവ് വരിക, കർത്താവിന്റെ അടുത്ത് വരെ നമ്മളെ കൊണ്ടുവിടുക, അതായിരുന്നു ഈ ന്യായപ്രമാണത്തിന്റെ റോൾ. വിശ്വാസം വന്ന ശേഷം, അതായത് കർത്താവ് ലോകത്തിൽ വന്നു, അവനിലൂടെ നമ്മൾ രക്ഷ നേടുന്നു എന്നുള്ള ആ വിശ്വാസം വന്ന ശേഷം പിന്നെ നമ്മൾ ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇവിടെ ന്യായപ്രമാണം, കർത്താവ് ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രിസ്തു, ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ എന്ന് പറയാൻ കാര്യം ഇതാണ്. നമ്മളെ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നയിക്കുന്ന ഒരു ശിശുപാലകന് സമമായിരുന്നു. ന്യായപ്രമാണം ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞുവെന്നും പകരം പുതുതായിട്ട് ഒരു നിയമം സ്ഥാപിച്ചുവെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. പല റെഫറൻസുകൾ കാണിച്ച് ഞാനത് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടിടയായി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അതായത് ന്യായപ്രമാണം ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, പകരം പുതിയൊരു നിയമം ദൈവം തന്നു. ആ പുതിയ നിയമം ആണ് പെന്തക്കോസ്ത് നാളിൽ അവിടെ വെച്ച് അത് പ്രാബല്യത്തിൽ വരുന്നത്.
അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായിട്ടാണ് പെസഹ ദിവസം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കർത്താവിന്റെ രക്തം അതിന്മേൽ തളിച്ച് അത് കോൺസിക്രിയേറ്റ് ചെയ്ത് പെന്തക്കോസ്ത് നാളിൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. ആ നിയമത്തിന്റെ പ്രകാരം അവർ ആ മാനസാന്തരം പെടുകയും കർത്താവ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടെ പഠിപ്പിച്ച ഉപദേശങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ സെർമൺ ഓഫ് ദ മൗണ്ടിൽ കൂടി അവരെ പഠിപ്പിച്ച ഉപദേശങ്ങൾ, അതിൽ മാനസാന്തരവും ജലസ്നാനവും കാത്തിരിപ്പും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാത്തിരുന്ന് പ്രാപിക്കുകയും അന്യഭാഷയും പ്രവചനങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു പുതിയ ദൈവിക പദ്ധതി അവര് അതിലേക്ക് കടക്കുന്നു. അതായിരുന്നു ആ ഒരു പുതിയ നിയമം, ദൈവം അവർക്ക് കൊടുത്ത ഒരു പുതിയ നിയമം. ആ പെസഹ കർത്താവ് ശിഷ്യന്മാരോടൊത്ത് ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിന് പുതിയ നിയമം എന്നൊക്കെ പറയുന്നത് ആ നിയമം പ്രാബല്യത്തിലാകുന്നതിനെ കുറിച്ചാണ്. കാര്യം ഇവർക്ക് ആ പെന്തക്കോസ്ത് നാളിലാണ് പഴയ നിയമവും ദൈവം കൊടുത്തത്. ആ പഴയ നിയമവും കൊടുത്ത ദിവസം തന്നെ അത് പ്രാബല്യത്തിലാകുക ആയിരുന്നില്ല. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം അധ്യായത്തിലൊക്കെ അവർക്ക് ആ നിയമവും കൽപ്പനയും ഒക്കെ ലഭിക്കുന്നുവെങ്കിലും 24-ാം അധ്യായത്തിൽ മോശ യാഗം കഴിച്ച് യാഗരക്തം പുസ്തകത്തിന് മേലും ജനത്തിന്റെ മേലും തളിച്ചു കഴിഞ്ഞ് അത് കോൺസിക്രിയേറ്റ് ചെയ്ത അധികാരത്തിലും അത് പ്രാബല്യത്തിൽ വരികയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പുതിയ നിയമം കർത്താവ് ഇവരെ 3.5 വർഷം ഇവരെ ഈ മണ്ണിലായിരുന്നപ്പോൾ അവരെ പഠിപ്പിച്ചു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ നിയമം, അതായത് മാനസാന്തരത്തിന്റെയും ജലസ്നാനത്തിന്റെയും അതിലൂടെ നടക്കാൻ പോകുന്ന രക്ഷാ പദ്ധതിയുടെയും അത് ഗ്രേറ്റ് കമ്മീഷനായിട്ടൊക്കെ ആ ജലസ്നാനത്തിൽ കൂടെ ഒക്കെ അതിന് മുമ്പുണ്ടായിരുന്ന ജലസ്നാനം മാതിരിയല്ല ഇത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ജലസ്നാനം. ആ സ്നാനത്തിൽ കൂടി നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടും. അതായത് അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന മനസ്സിലാകത്തക്ക രീതിയിൽ ആ സ്നാനത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലനൊക്കെ പെന്തക്കോസ്ത് നാളിൽ അവിടെ നിന്ന് അത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഈ പുതിയ നിയമ പദ്ധതിയിൽ മാനസാന്തരവും ജലസ്നാനവും അങ്ങനെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക, അന്യഭാഷ അടയാളമായിട്ട് സംസാരിക്കുക, അത്ഭുതങ്ങളോ വീര്യപ്രവർത്തികളോ ഒക്കെ അവർക്ക് ലഭിക്കുക, ഇതൊക്കെ അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അന്നത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്ന അനുഭവവും തമ്മിൽ രണ്ട് അനുഭവങ്ങളാണ്. അതിന്റെ പർപ്പസ് വേറെയാണ്. അതൊക്കെ നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത് ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഭയങ്കര ചലഞ്ചിങ് പീരീഡിലേക്കാണ് കടക്കുന്നത്. ആ 7 വർഷം, ആ പീഡനകാലം അല്ലെങ്കിൽ അന്ത്യകാലമെന്ന് ദാനിയേലിനെ കാണിച്ചിരിക്കുന്ന ആ പീരീഡിലേക്കാണ് കടക്കാൻ പോകുന്നത്. അവിടെ എതിർ ക്രിസ്തുവിന്റെ പോരാട്ടവും ലോകം മുഴുവൻ അവർക്കെതിരായിട്ട് തിരികുകയും ചെയ്യുന്ന ഒരു സമയം. അവര് ഉലകത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം പോയി ആ സുവിശേഷം അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം, ഒരു ഗ്രേറ്റ് കമ്മീഷൻ അവരെ ഏൽപ്പിച്ചിരിക്കുക. ഭാഷയുടെ മേൽ അധികാരം കൊടുത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനാൽ അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. അത് ഇന്ന് കിട്ടുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ മുദ്ര മാതിരിയോ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒടുക്കത്തെ നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന മാതിരി ഒരു മുദ്രയല്ല അന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടവും അതുപോലെ തന്നെ ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ചുമ്മാ സാക്ഷികളായാൽ മാത്രം പോരാ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ. ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ പോകും. അതുപോലുള്ള പവർ അവരുടെ മേൽ വരികയാണ്. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മേൽ കൈവച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. ഈ കടലും ഈ സമുദ്രങ്ങളൊക്കെ ചോര, അതായത് ഡെഡ് ബോഡിയിലെ രക്തം മാതിരി ആയിരിക്കുക. അതൊക്കെ കുടിക്കണം. അത് കുടിച്ചു കഴിഞ്ഞാൽ കുടിക്കുന്ന ഒത്തിരി പേര് മരിച്ചു പോകും. വേറെ വെള്ളമില്ല കുടിക്കാൻ. ഇതൊക്കെ കുടിച്ചാൽ നിങ്ങൾക്കൊരു ഹാനി വരത്തില്ല. പാമ്പുകളും തേളുകളും അങ്ങനെയുള്ള പല സംഗതികളെ ദൈവം ആ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ അയക്കുക. കാര്യം അതൊരു പീഡന കാലമാണ്. അതൊന്നും നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. അതിനുവേണ്ടി പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആ ശക്തി അവരുടെ മേൽ പകരുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ അവിടെ പകരാൻ കാര്യം. പ്രധാനമായിട്ട് ആ ശക്തി പ്രാപിക്കാനാണ്. ഇന്ന് അങ്ങനെ ശക്തി പ്രാപിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേനും നമ്മൾ ശക്തി പ്രാപിച്ചിട്ട് ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകുന്ന രീതിയിലുള്ള പവർ ഒന്നും ഇന്ന് നമുക്ക് വേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു റോൾ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവം അല്ല
നാം രക്ഷിക്കപ്പെട്ട് പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെടും. അതായത് എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത് നമ്മളെ ഒടുക്കത്തെ നാളിൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു, പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ശക്തി നമ്മുടെ മേൽ വരികയല്ല. പക്ഷെ ഈ അനുഭവം അങ്ങനല്ല. ഇവരുടെ മേൽ ശക്തി ലഭിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മാനസാന്തരത്തിന്റെയും ജലസ്നാനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതിന്റെയും അതുപോലെ തന്നെ അന്യഭാഷയും അതിശയങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ അവർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരുന്ന ആ ഒരു അനുഭവം അത് പ്രാബല്യത്തിലേക്ക് വരികയാണ്. എന്നാൽ ദൈവത്തിന് അവരോടുള്ള രക്ഷാ പദ്ധതി ഇസ്രായേൽ ആസ് എ ഹോൾ അത് നിന്നുപോയി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയായി. അത് ഒരാൾക്കോ ഇൻഡിവിജ്വൽ ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ ഉള്ള രക്ഷയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. യഹൂദൻ ആസ് എ ഹോൾ, ഒരു രാഷ്ട്രമായിട്ടാണ് അവരുടെ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ അവരതിലേക്ക് കടന്നില്ല, അവരതിലേക്ക് വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളിൽ കൂടി രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു. വിശ്വാസത്താലല്ല, അവരുടെ പ്രവൃത്തികളാൽ തന്നെ അവർ ദൈവത്തെ അന്വേഷിച്ചു. അതുകൊണ്ട് ദൈവം ആ അത്തിയെ വെട്ടിക്കളഞ്ഞു. ആ അത്തി മരത്തെ ദൈവം വെട്ടിക്കളഞ്ഞു. ഇവിടെ അത്തി എന്നൊക്കെ പറയുന്നത് ഒരാടെയോ രണ്ടുപേരുടെ കാര്യമല്ല. ഇസ്രായേൽ ഒരു രാഷ്ട്രത്തെയാണ് ഈ അത്തി എന്ന് പറയുന്നത്. അതിനെ വെട്ടിക്കളഞ്ഞിരിക്കുക. റോമാലേഖനം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ പല ആവർത്തി കാണിച്ചെങ്കിലും അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രൊജക്ട് ചെയ്യാം. അവിടെ പറയുകയാണ്, റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ, കണ്ടില്ല, ബട്ട് റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെയിം അൺടു ജെന്റൈൽസ്. അതായത് യഹൂദന്റെ വീഴ്ച നിമിത്തം ജാതികൾക്ക് അവർക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. യഹൂദൻ വീണുപോയതിനാൽ, ദൈവം അവരെ കൈവിട്ടതിനാൽ നമുക്ക് ആ രക്ഷ വരുവാനായിട്ട് ഇടയായി എന്ന് പറയുകയാണ്. ഇവിടെ ഇസ്രായേലിനെ കാണിച്ചിരുന്ന ഒരു 70 ആഴ്ചവട്ടം, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഗ്രാഫും അതിന്റെ ആ സ്കെച്ചൊക്കെ കാണിച്ച് മനസ്സിലാക്കിയതാണ്. ആ കാലപരിധി കഴിഞ്ഞുപോയി. അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് 70 ആഴ്ചവട്ടത്തെ ഒരു കാലത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ആ 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞു, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അതായത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയും ആ 70 ആഴ്ചവട്ടത്തെ 69 ആഴ്ചവട്ടം എന്ന കാലഘട്ടം, ആ കാലാവധി കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ ആ അന്ത്യകാലം എന്ന് പറയുന്ന കാലത്തിലേക്ക് കടന്നിരിക്കുക. എന്താണ് ഈ അന്ത്യകാലം? ആ അവസാനത്തെ 1 വീക്ക് പീരീഡ് അല്ലെങ്കിൽ 7 വർഷം അതിലേക്ക് കടന്നിരിക്കുന്നു. അത് പത്രോസ് അപ്പോസ്തലനൊക്കെ പെന്തക്കോസ്ത് നാളിൽ പറയുന്നത് ഇത് അന്ത്യകാലമാകിയാൽ, മനസ്സിലായോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവാചകനൊക്കെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളുടെ നിവൃത്തി ആരംഭിക്കുക. അന്ത്യകാലം ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട്, അതവിടെ ആരംഭിക്കുക. ആ അന്ത്യകാലത്തിന്റെ സെറ്റിങ്സിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അതായത് അതാണ് അതിന്റെ അന്ത്യകാലം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ആ ഒരു പദ്ധതി യഹൂദനെ കാണിച്ചു കൊടുത്തിരുന്ന ആ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു പദ്ധതി അത് അവിടെ വെച്ച് ഇന്ററപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനോടകം ആ ഭാഗമൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുക. അതിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ കാലഘട്ടത്തിലെ രക്ഷ എന്താണ് എന്ന് പറയുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു അപ്പസ്തോലിനെ അപ്പോയിന്റ് ചെയ്യുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പോളിൽ കൂടി നാം എല്ലാവരും വഴിത്തലയ്ക്കിൽ നിന്നിരുന്നതായ നമുക്ക് രക്ഷപ്പെടുവാൻ യാതൊരു സ്കോപ്പുമില്ലാതെ ഈ 70-ാം ആഴ്ചവട്ടത്തെ പ്രോഗ്രാം അങ്ങനെ നടന്നിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിരുന്നതെന്നറിയാമോ? നമ്മളില്ല. അന്നുണ്ടായിരുന്ന ജാതികളെല്ലാം കൈവിടപ്പെട്ടു പോയവരാ. അവരൊക്കെ നിത്യ നരകാഗ്നിയിലേക്ക് പോയേനെ. അവർക്ക് ആർക്കും ഒരു രക്ഷയുടെ സ്കോപ്പ് അവിടെ പറയുന്നില്ല. പിന്നെ ആരെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ജൂയിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറണം. ആ പ്രോസലൈസേഷൻ പ്രോസസ്സിൽ കൂടി യഹൂദ മതാനുസാരിയായി തീർന്ന് യഹൂദിയ വിശ്വാസം സ്വീകരിച്ച് അവരുടെ ആലയവും അവരുടെ സിനഗോഗും അവരുടെ ആ പ്രമാണങ്ങളും ഒക്കെ പാലിച്ച് നിന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള സ്കോപ്പ് ഉണ്ട്. അതായിരുന്നു ആകെ ജാതികൾക്കുണ്ടായിരുന്ന രക്ഷാ പദ്ധതി. എന്നാൽ ആ പദ്ധതി 69-ാമത്തെ ആഴ്ച കഴിഞ്ഞ് 70-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ദൈവം അത് ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. അത് അവിടെ വെച്ച് ആ പദ്ധതി അവിടെ വെച്ച് യഹൂദൻ വീണു പോവുകയും അവന്റെ വാഗ്ദത്ത പദ്ധതി അവിടെ വെച്ച് നിന്നു പോവുകയും ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പല റെഫറൻസുകൾ കാണിച്ച് എങ്ങനെ യഹൂദൻ വീണുപോയി എന്ന് ഞാനൊന്ന് കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാനത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ആഴ്ചയിൽ നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് കയറുക. 11-ാം അധ്യായം മുഴുവനും ഈ വിഷയമാണ് പറയുന്നത്. അന്ന് ഞാൻ ഇതിനെ എങ്ങനെ വെട്ടിക്കളഞ്ഞു, എന്തിനെ ഒലിവ് മരത്തോട് ചേർത്തൊട്ടിച്ചു, എവിടാണ് അവരായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ വെട്ടിയത്, അവരുടെ ഭാവി എങ്ങനെ ആയിത്തീരും എന്നുള്ള വിഷയമെല്ലാം നമ്മൾ 11-ാം അധ്യായത്തിൽ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. ഇന്ന് എനിക്ക് 10-ാമത്തെ അധ്യായം പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് അതിന്റെ പിക്ചർ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ നാം ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുക. അതായത്
കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുക. ഈ കൃപായുഗം എന്നൊരു കാലഘട്ടം ഉണ്ടോ എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനെ ആകെ മൊത്തത്തിൽ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നത്. കർത്താവായ യേശു ക്രിസ്തു യഹൂദനോട് പറയാ, നിങ്ങൾ ഈ നിൽക്കുന്ന ജനം, നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയ കർത്താവാ. മനസ്സിലായോ? നിങ്ങൾ ഈ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിന് മുൻപായിട്ട് തന്നെ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയ കർത്താവ് വർഷം 2000 കഴിഞ്ഞിട്ടും ഇതുവരെയും വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ, അതായത് ആ 7 വർഷത്തിന്റെ അവസാനം തന്നെ മടങ്ങി വരേണ്ടുന്ന കർത്താവ് അവിടെ വന്ന് അവരുടെ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു, സ്വർഗരാജ്യം സമീപയായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു, ആ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്ത ആ പിതാക്കന്മാരുടെ സന്തതി നിങ്ങളാകുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്നൊക്കെ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 21 താപ്പോട്ട് 24-ാമത്തെ വാക്യങ്ങളിലൊക്കെ പറയുന്ന ജനം അവരാ. നിങ്ങൾക്ക് വാഗ്ദത്തം ലഭിച്ചു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് അതിലേക്ക് കടക്കാനൊക്കെ പറയുന്ന ജനമാ. ആ പദ്ധതി അപ്പാടെ നിന്നുപോയി. കാര്യം ദൈവം ഈ യഹൂദൻ ആസ് എ ഹോൾ രക്ഷിക്കപ്പെടുന്ന പദ്ധതിയെയും വിട്ടുകളഞ്ഞു. അത് വിട്ടുകളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് എന്നേക്കുമായിട്ട് ദൈവം അബാൻഡൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആ വിഷയം, ആ അത്തിയെ വെട്ടി എന്നുള്ളത് ശരിയാണ്, വെട്ടിക്കരിച്ചു കളഞ്ഞിട്ടില്ല, വെട്ടി നിർത്തിയിരിക്കുന്നു. അത് വീണ്ടും തളിർത്തു തുടങ്ങി. അത് ദൈവം പുനഃസ്ഥാപിക്കും. കാര്യം അതിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവം അത് അബ്രഹാമുമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്, പിതാക്കന്മാരോട് കൊടുത്തിരിക്കുന്ന ഉടമ്പടി. അത് ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. ദൈവം അത് നിവർത്തിക്കും. അത് ദൈവിക പദ്ധതിയാണ്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അത് ദൈവിക പദ്ധതിയാണ്. ഇത് ഞാനൊരു 1000 വർഷം മുമ്പ് പ്രസംഗിച്ചിരുന്നെങ്കിൽ ജനം എന്നെ കല്ലെടുത്ത് എറിഞ്ഞേനെ. കാര്യം അവരൊക്കെ AD 70 മുതലേ ആ ദേശം വിട്ട് ഓടിപ്പോയിരിക്കുക. കഴിഞ്ഞ ഒരു 1000 വർഷമായിട്ട് അവരാരും അവിടെ ഇല്ല. അതൊക്കെ കുപ്പക്കുന്നായി പോയിരിക്കുക. അതെല്ലാം ജാതീയ ദേശങ്ങൾ, അതിന്റെ അവകാശം പറഞ്ഞ് അവരതിലൊക്കെ കയറി താമസിക്കുക. അവരെല്ലാം പോയ ദേശത്ത് അവർക്ക് കിട്ടാവുന്നതിലെ പരമാവധി പീഡനങ്ങൾ അവർ സഹിച്ചുകൊണ്ടിരിക്കുക. ഇവര് ദൈവജനമാണെന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ് കിട്ടിയേനെ, കല്ലെറിഞ്ഞേനെ നമ്മളെ. എന്നാൽ ഇന്ന് പ്രസംഗിച്ചാൽ അവർക്ക് അറിയാം, അവർ മടങ്ങിയെത്തി. 2000 വർഷം ദൈവം അവരെ വിട്ടുകളഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാ. അത് ദൈവം നമ്മുടെ നോട്ടത്തിൽ ഒരു അല്പം കൂടിപ്പോയി. പക്ഷെ അത് ദൈവത്തിന് അതിനൊക്കെ പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി ദൈവം ആ ഒരു കാലഘട്ടം അത് തരിശായിട്ട് കിടക്കില്ല. ആ കാലഘട്ടത്തിലാണ് ദൈവത്തിന് സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന കൃപായുഗം എന്ന് പറയുന്ന ആ ദൈവികമായ 2ാമത്തെ പദ്ധതി ഇവിടെ നടക്കുന്നത്. അതിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ രക്ഷിക്കപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഭാഗ്യമേ ലഭിക്കത്തില്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്വർഗീയ പദ്ധതി ആരംഭിക്കത്തില്ലായിരുന്നു. അപ്പോ ഇവിടെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ആ കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റോമാലേഖനം നമുക്ക് തുടർമാനമായിട്ട് വരാം. അതിന്റെ 10-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. ഇവിടെ പറയുകയാണ് ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. നമുക്ക് തിരികെ വരാം. 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ന്യായപ്രമാണത്താലുള്ള നീതി. മനസ്സിലായോ? ന്യായപ്രമാണത്താലുള്ള നീതി, അതായത് പ്രമാണത്താൽ രക്ഷിക്കപ്പെടുന്ന പദ്ധതി, അത് സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നു. അതിന് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടെ രക്ഷിക്കപ്പെടും. അതാണ് ന്യായപ്രമാണത്താലുള്ള നീതി. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. മനസ്സിലായ? വിശ്വാസത്താലുള്ള നീതിയും ന്യായപ്രമാണത്താലുള്ള നീതിയും, ഇതാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഈ പ്രമാണത്താലുള്ള നീതി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. എന്നാൽ യഹൂദൻ അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ മനസ്സിലാക്കാതെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുവാനായിട്ട് അതിലെ വള്ളിയും പുള്ളിയും വിടാതെ അത് പാലിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവര് ആ ഒരു പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടാനായിട്ട് ശ്രമിച്ചെങ്കിലും വളരെ ദാരുണമായിട്ട് പരാജയപ്പെടാനായിട്ട് ഇടയായി. കാര്യം അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വളരെ വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ വിശ്വാസ വീരന്മാര്, ഇവരിൽ തന്നെയുള്ള ചില വിശ്വാസ വീരന്മാരെന്നറിയപ്പെടുന്ന, ഫോർ എക്സാമ്പിൾ ദാവീദിനെ പോലുള്ളവരൊക്കെ വിശ്വാസത്തോട്, ആഴമായ ദൈവസ്നേഹത്തോട് ഈ പ്രമാണം പാലിക്കുവാനായിട്ട് അവരെ തന്നെ സമർപ്പിച്ചിരുന്നു. സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, 1-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോഴേ നമുക്കറിയാം, അവിടെ ദാവീദ് എഴുതുന്ന സങ്കീർത്തനത്തൊക്കെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
മനസ്സിലായോ? അതാ ദൈവം ആഗ്രഹിച്ച ആ ദൈവ സ്നേഹം, അതിൽ സന്തോഷിച്ച് ഏതെങ്കിലും ഒരു പ്രവൃത്തി പറഞ്ഞിരിക്കുന്നു അത് ചെയ്ത് രക്ഷിക്കപ്പെടുന്ന ഒരു രീതിയല്ല, മറിച്ച് ദൈവ സ്നേഹത്തോട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയും ആ ദൈവിക സ്നേഹത്തോട് അതിനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവരങ്ങനെ ആയിരുന്നില്ല. അവര് ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. അവർ പ്രവൃത്തികളിൽ കൂടി മാത്രം രക്ഷിക്കപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. ഇവിടെ ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആർ സ്വർഗത്തിൽ കയറുമെന്നോ? നോക്കിയേ, ഇവിടൊക്കെ ഇതെല്ലാം കൊട്ടേഷനിൽ കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇതെല്ലാം കോട്ട് ചെയ്തിരിക്കുക. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങള് പൗലോസ് കോട്ട് ചെയ്യുക. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഈ ഭാഗം കണ്ടില്ലയോ? അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഇതെല്ലാം പറയുന്നത് പഴയ നിയമത്തിലെ ഓരോരോ കൊട്ടേഷനുകളാണ്, കോട്ടുകളാണ്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് രണ്ട് റെഫറൻസ് ഒന്ന് കാണിച്ച് നിങ്ങളെ അത് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുക. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയാണ്, ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ഇവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്, ചട്ടമാണ്. ഇത് ലേവ്യ പുസ്തകത്തിൽ പറയുകയാണ്. ലേവ്യ പൗരോഹിത്യവും ലേവ്യ പുരോഹിതത്തിൽ കൂടി അവർക്ക് കൊടുത്തിരിക്കുന്ന ചട്ടങ്ങളും അഹരോന്യ പൗരോഹിത്യത്തിൽ കൂടി അവിടെ പറയാണ്, ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ഇതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂട്രോണമി എന്നൊരു റെഫറൻസ് കാണിക്കാം. ആവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. 27-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ഇത് കണ്ടില്ലേ, ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ ന്യായ പ്രമാണം ഇവർ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ഇത് പ്രമാണം, ഇത് ഇവർക്ക് ചട്ടമായിരിക്കണം. ഇവരുടെ കണ്ണിന് മുമ്പിൽ അത് പട്ടമായിട്ട് കെട്ടിയിരിക്കണം. കട്ടള കഥകിന്റെ കട്ടളയിലൊക്കെ ഇതിങ്ങനെ പട്ടമായിരിക്കണം, ഒട്ടിക്കണമെന്നാ പറയുന്നത്, വെട്ടി ഒട്ടിക്കണം. അതുപോലെ ഇവരുടെ ഹൃദയത്തിൽ ഇതായിരിക്കണം. ഇതിൽ കൂടിയാണ് ഇവർക്ക് രക്ഷ. അതുകൊണ്ട് അതിനെ പാലിച്ച് നടക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റോമാലേഖനം ഇപ്പം ഇവിടെ പോൾ പറയുന്ന റെഫറൻസ്, ഈ വാക്യങ്ങളുടെ റെഫറൻസാണ് ഇവിടെ ഇപ്പൊ കാണിച്ചത്. 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണിച്ച റെഫറൻസ് ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ കണ്ടോ? അതൊരു ബ്രാക്കറ്റിനകത്തിൽ, ഒരു കൊട്ടേഷൻ മാർക്കിനകത്തിലാണ് കിടക്കുന്നത്. ഇത് മോശ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിലും ഡ്യൂട്രോണമിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് ഓർപ്പിച്ചിട്ട് അടുത്ത ഒരു റെഫറൻസ് കാണിക്കുക അടുത്ത വാക്യത്തിൽ കൂടി. അത് ഡ്യൂട്രോണമിയിൽ തന്നെയാണ്. അതായത് ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ 30-ാം അധ്യായത്തിൽ നിന്ന് ഒരു റെഫറൻസ് കാണിച്ച് അവരെ ഓർപ്പിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖനം എഴുതുന്നത് യഹൂദന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടും ആ റോമിലെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന് എന്ത് സംഭവിച്ചു എന്ന് അവരോട് പറയുക. മനസ്സിലായത്? യഹൂദന് വേണ്ടി എഴുതുന്നല്ല, യഹൂദനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനം. അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഈ ലേഖനത്തിൽ കൂടെ ശ്രമിക്കുക. ഇത് കണ്ടില്ലേ 30-ാമത്തെ അധ്യായം, ഡ്യൂട്രോണമി 30-ാമത്തെ അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. അവിടെ പറയാണ്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഇതാണ് റോമാലേഖനത്തിൽ പോൾ കോട്ട് ചെയ്യുന്നത്. ആകാശത്തിൽ പോയി സ്വർഗത്തിൽ നിന്ന് പിടിച്ചോണ്ട് വരണോ, പാതാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊണ്ട് തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ഈ ഭാഗമാണ്. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, അത് ദൂരമായതുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആര് സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. നിങ്ങള് ഒരു എക്സ്ക്യൂസ് പറയാൻ നിങ്ങൾക്ക് സ്കോപ്പില്ല, വകുപ്പില്ല. നിങ്ങൾ പറയല്ല, ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, സ്വർഗത്തിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾ എങ്ങനെ അറിയും എന്നൊന്നും പറയാൻ ഇടയാകല്ല. ഇത് സ്വർഗത്തിൽ കൊണ്ടുവന്ന് കയറി ആര് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആര് സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു എന്ന് പറയുക. ഈ ഡ്യൂട്രോണമിയിൽ പറഞ്ഞിരിക്കുന്ന, മോശ അവരോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെഫറൻസ് ആണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പോൾ ഇവിടെ കോട്ട് ചെയ്യുന്നത്. പോള് 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അവിടെ പറയാ, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് ഇത് നമ്മൾ ആദ്യം കണ്ടു. ആദ്യം അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുന്നു മോശ എഴുതിയിരിക്കുന്നുവല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഡ്യൂട്രോണമിയിൽ അടുത്ത കൊട്ടേഷൻ പറഞ്ഞു ഇവിടെ കൊടുക്കുകയാണ്. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു,
നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണമായിരുന്നുവെങ്കിൽ അതിങ്ങനെയാ പറയുന്നത്, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആറ് സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആറ് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. അത് ഈ ഡ്യൂട്രോണമിയിൽ ഞാൻ ഇപ്പൊ കാണിച്ച ആവർത്തന പുസ്തകത്തിലെ ആ ഒരു കോട്ടാണ്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ന്യായപ്രമാണം നിങ്ങൾക്ക് ദൂരത്തല്ല. അതിലെ നീതി പഠിക്കാൻ ആരും സ്വർഗത്തിൽ കയറിപ്പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ അവിടെ കയറിപ്പോയി ചോദിക്കേണ്ട ആവശ്യമോ പാതാളത്തിൽ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമോ ഒന്നുമില്ല. അത് നിങ്ങളുടെ കയ്യിലും അത് വായിക്കുമ്പോൾ നിങ്ങളുടെ വായിലും ഇരിക്കുക. അത് അനുസരിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യഹൂദന് അത് അക്ഷരം പ്രതി അതിനെ അനുസരിക്കാനായിട്ട് പാലിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവൻ അട്ടർലി ഫെയിൽ ആയിപ്പോയി. അവൻ ദൈവ സ്നേഹത്തോടു കൂടി അത് അനുസരിക്കണമായിരുന്നു. അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്നു. അത് നിങ്ങളുടെ വായിലിരിക്കുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾ ഇനി അതിൽ കൂടുതൽ അറിയാൻ വേറെ ഒന്നുമില്ല. അത് ദൈവ സ്നേഹത്തോട് പാലിച്ചാൽ മതിയായിരുന്നു. അതാണ് വിശ്വാസത്താലുള്ള ആ പ്രമാണം പാലിക്കുക എന്ന് അവരോട് പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. മോശ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെ ഒന്നുകൂടെ റീഇറ്ററേറ്റ് ചെയ്ത് അവരെ ഓർപ്പിക്കുക. നിങ്ങളത് വായിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ യുവർ മൗത്ത്. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ വെൻ യു ബിലീവ് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാർട്ട്. അത്രമാത്രം അടുത്ത അത് നിങ്ങളുടെ കയ്യിലിരിക്കുക, നിങ്ങളുടെ വായിലിരിക്കുക ഇൻഫാക്ട്. അതുകൊണ്ട് അത് നിങ്ങൾ അനുസരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ വീണുപോയി. നിങ്ങൾക്ക് അറിയാൻ വയ്യാതെ പോയതല്ല, നിങ്ങളത് അനുസരിക്കാതെ പോയതുകൊണ്ട് നിങ്ങൾ വീണുപോയി എന്ന് പോള് അവിടെ ഓർപ്പിക്കുകയാണ്. 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 9 യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് 9-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. നമുക്ക് തിരിച്ചു വരാം, 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇവിടെ പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമായത്. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുക. ഇവിടെ കണ്ടില്ലയോ, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് രക്ഷിക്കപ്പെടാനായിട്ട് 2 ക്ലോസ് പറയുക. 1 വായി കൊണ്ട് ഏറ്റു പറയണം, 2 ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇവിടെ 2 റിക്വയർമെന്റുകളാണ് പറയുന്നത്. ഈ കാര്യത്തെ വളരെ തെറ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കാതെ ക്രിസ്ത്യൻഡത്തിൽ അതിനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയണം എന്നുള്ളത് രക്ഷയുടെ ഒരു നിബന്ധനയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഒരു സ്പോക്കൺ കൺഫെഷൻ, അങ്ങനെ ഒരു കൺഫെഷനോട് ആവശ്യമാണ് നമ്മുടെ സാൽവേഷന് എന്നൊരു പഠിപ്പിക്കൽ ക്രിസ്ത്യൻഡത്തിൽ പ്രബലമായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങൾ പബ്ലിക്കലി വായി കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമ്മുടെ രക്ഷ പൂർണ്ണമാകൂ എന്നൊരർത്ഥത്തിലല്ല. വായി കൊണ്ട് ഏറ്റു പറയുക എന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഒരു പൂർണ്ണ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് രക്ഷയ്ക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. നമ്മുടെ വായി കൊണ്ട് ഏറ്റു പറയുക, ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വായി കൊണ്ട് ഏറ്റു പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ അത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ രക്ഷ പൂർണ്ണമാകത്തില്ല എന്ന് പറയുന്നത് രക്ഷാ പദ്ധതിക്ക് എതിരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ രക്ഷ 1-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അതായത് നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ട് എഫേസ്യ ലേഖനത്തിലൂടെയൊക്കെ നമ്മളെ അറിയിച്ചിരിക്കുന്ന ആ ഒരു വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. അതെന്താ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം? നമുക്ക് എല്ലാവർക്കും ഇതിനോടകം അറിയാം. കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് കൽവറിയിൽ യാഗമായി തീർന്നു, ഞാൻ ഇനി പാപിയല്ല എന്നുള്ള ആത്മാർത്ഥമായ സമർപ്പണവും അതിലെ ആഴമായ വിശ്വാസവുമാണ്. നമ്മൾ ക്രൂശിൽ കയറി തൂങ്ങേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് പകരമായിട്ട്, നമ്മുടെ മരണം കർത്താവ് ഏറ്റെടുത്തിരിക്കുക, നമുക്ക് പകരമായിട്ട് കർത്താവ് മരിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മരണം കർത്താവിലൂടെ നിവൃത്തിയായിരിക്കുക. അതുകൊണ്ട് അതിലെ ആഴമായ വിശ്വാസമാണ് നമുക്കിന്ന് വേണ്ടുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, ആ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുക.
അതാണ് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. ആ സത്യവചനം നമ്മൾ കേൾക്കണം, നമ്മുടെ ചെവിയിൽ അത് ആദ്യം കേൾക്കണം, അവനിൽ വിശ്വസിക്കണം. അത് വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതായത് നമ്മൾ ആ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക, നാം രക്ഷിക്കപ്പെടുക. അതിന്റെ പുറത്ത് നമ്മൾ വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസമാണ് സകലത്തിന്റെയും ആധാരം. ഇനി വരാൻ പോകുന്ന കാലത്താണെങ്കിലും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഈ പഴയ നിയമകാലത്തും വിശ്വാസ വീരന്മാരാണ്. ആ വിശ്വാസം ഇല്ലാതെ പോയത് കൊണ്ടാണ് യഹൂദൻ വീണുപോയത്. ഇവിടെ നമ്മുടെ രക്ഷയ്ക്ക് ആധാരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതിൻ്റെ കൂടെ വേറെ ഒരു പ്രവൃത്തികളും കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരാവശ്യം അവിടെ ഇല്ല. ഇവിടെ എഫേസ്യ ലേഖനത്തിലൂടെയൊക്കെ ഞാനിപ്പോ നിങ്ങളെ കാണിച്ച വാക്യത്തിൽ കൂടെയൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ആ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്, അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷ, നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ആ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, ഈ വിശ്വാസത്താലാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ കൂടെ വായ് കൊണ്ട് ഏറ്റു പറയുക എന്ന് ആ ഒരു വാക്യത്തിൽ, അതായത് റോമാലേഖനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചു, വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, നാം യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവത്തെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇവിടെ വായ് കൊണ്ട് ഏറ്റു പറയുക എന്ന് അർത്ഥമാക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ പരിപൂർണമായ സമർപ്പണത്തെയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇവിടെ അനേക റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, വിശ്വാസം കൊണ്ട് നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകുന്നില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് പൂർണ്ണമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വായ് കൊണ്ട് ഏറ്റു പറയണം. അതായത് ഒരു പ്രവൃത്തി അവിടെ ആവശ്യമാണെന്ന് അതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുക. വിശ്വാസം കൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരുന്നില്ല. 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പബ്ലിക്കലി കൺഫസ് ചെയ്യണം. ആൾക്കാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോഴേ നിങ്ങളുടെ ആ വിശ്വാസം പൂർണ്ണമാകത്തുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന അനേക ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിക്കാൻ കാരണം അവർക്ക് റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരോട് പറഞ്ഞിരുന്ന ദൈവിക ഉപദേശമുണ്ട്, അവർക്ക് ആ കിങ്ഡം ഗോസ്പൽ ഉണ്ട്. അവിടെ അവർക്ക് പബ്ലിക്കലി കൺഫസ് ചെയ്യുകയും ആൾക്കാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സാക്ഷിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിബന്ധനയായിരുന്നു. 10-ാമത്തെ അധ്യായം മത്തായി എഴുതിയ സുവിശേഷം ഒരു വാക്യം ഞാൻ കാണിച്ചത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. 10-ാമത്തെ അധ്യായം അതിന് 32-33 വാക്യങ്ങൾ. മത്തായി 10:32-33 വാക്യം. അവിടെ പറയുന്നുണ്ടല്ലയോ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു രംഗവും സാഹചര്യവും സുവിശേഷവും വേറെയാണ്. അവരോട് പറയുന്ന ഒരു അനുഭവമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. ഇത് പറയാനുള്ള സാഹചര്യം വേറെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ കൊട്ടേഷൻ എടുത്തിട്ട് ഈ റോമാ ലേഖനത്തിൽ ഉപയോഗിക്കാറുണ്ട്. അവിടെ 32-ാമത്തെ വാക്യത്തിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും എന്ന് പറയുന്ന ഒരു രീതി, ആ ഒരു രീതിയിൽ കൂടി അതിനെ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നമ്മുടെ രക്ഷ, ഈ കാലഘട്ടത്തിലെ രക്ഷയിൽ ഒരുത്തരുടെയും മുന്നിൽ ഏറ്റു പറയേണ്ടുന്ന ഒരാവശ്യം, ഒരു നിർബന്ധമല്ല, ഒരു നിബന്ധനയല്ല. അത് റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കിങ്ഡം ഗോസ്പൽ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തു എന്റെ രക്ഷിതാവ്, ഞാൻ യേശുവിന്റെ സാക്ഷി എന്ന് പരസ്യമായിട്ട് സാക്ഷിക്കേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ കൃപായുഗത്തിൽ നമുക്ക് ആ ഒരു നിബന്ധനയില്ല. നമുക്ക് സാക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. കഴിയുമെന്നുണ്ടെങ്കിൽ എവിടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ കഴിയുമെങ്കിലും അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ച് നമ്മൾ പ്രസംഗിക്കണം. ലോകം മുഴുവനും അത് അറിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാണ് ഞാനും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് അതൊരു നിർബന്ധമോ നിബന്ധനയോ അല്ല. ഇവിടെ വിശ്വാസത്താൽ മാത്രമുള്ള രക്ഷയിൽ നിന്ന് പ്രവൃത്തി ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയാണ്. മനസ്സിലായോ? ഇവിടെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമെങ്കിലും വായ് കൊണ്ട് നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ പോയി ഏറ്റു പറയാതെ ആ രക്ഷ പൂർണ്ണമാകുന്നില്ല എന്നൊരു പഠിപ്പീര് ഇതിലേക്ക് വരികയാണ്. പിന്നെ എന്താണ് പോൾ ഈ വാക്യത്തിൽ കൂടെ പറയുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അതിനെ അല്പം കൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. അതായത് ഇവിടെ പറയുന്ന വാക്ക് that if thou shall confess with thy mouth, മനസ്സിലായി? കൺഫസ് എന്നുള്ളൊരു വാക്കാണ്. നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ കൺഫസ് ചെയ്യുക. ഇവിടെ ഈ കൺഫസ് എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം
ഇത് തെറ്റ് മനസ്സിലാക്കി സത്യത്തിനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് കൺഫെഷൻ. കൺഫെഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ തെറ്റ് മനസ്സിലാക്കി, നമ്മളിൽ വന്നുപോയ തെറ്റ് മനസ്സിലാക്കി സത്യത്തിന്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ആ കൺഫെഷന്റെ അർത്ഥം. നമ്മൾ അതിൽ ആഴമായിട്ട് വിശ്വസിക്കുക, സമർപ്പിക്കുക എന്നർത്ഥമാണ്. നമുക്ക് ഈ കാര്യം അറിയാം, അതിലെനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നതല്ല, നമ്മൾ ആഴമായിട്ട് സമർപ്പിച്ച് വിശ്വസിക്കുക. നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും ഒക്കെ അതിന് അടിയറവ് പറയുന്ന രീതിയിൽ നമ്മൾ അതിലേക്ക് വിശ്വസിക്കുക. അതിനെയാണ് ആ കൺഫെഷൻ എന്ന് അവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ പോൾ പറയുന്നത് പബ്ലിക്കലി എഴുന്നേറ്റ് ഇന്ന് കൺഫെസ് ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയാണ്. കൺഫെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ജനത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിങ്ങനെ തെറ്റ് പറ്റിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു തെറ്റാണെന്ന്, ഞാൻ ഈ ശരിയായ മാർഗത്തിലേക്ക് വരുന്നു എന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു ട്രഡീഷൻ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അതാണ് പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വായു കൊണ്ട് ഏറ്റു പറഞ്ഞാലേ നമ്മുടെ രക്ഷ പൂർണ്ണമാകൂ എന്ന് ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കൽ അതിലൂടെ വന്നു ചേർന്നിരിക്കുക. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താൽ രക്ഷ പൂർണ്ണമാകുന്നില്ല. വായു കൊണ്ട് 4 ജനത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമാകത്തുള്ളൂ എന്ന ഒരു ധ്വനി അവിടെ വരികയാണ്. അതായത് നമ്മുടെ ഒരു റോൾ അതിൽ വരികയാണ്. ഇവിടെ നമുക്ക് യാതൊരു റോളും ആക്ച്വലി നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലില്ല. കൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. കാര്യം ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടത്. ഞാൻ അങ്ങനെ 4 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയൂടെ ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഒരുത്തിനും ബോസ്റ്റ് ചെയ്യാതിരിക്കാൻ, പ്രശംസിക്കാതിരിക്കാൻ ഒരു പ്രവൃത്തികളും നമുക്ക് 0 റോളാണ്. പ്രവൃത്തിക്ക് എന്തെങ്കിലും റോൾ അതിനകത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല, വിശ്വാസത്താൽ പൂർണ്ണമായ രക്ഷ ലഭിക്കുന്നില്ല എന്ന് വരുത്തി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഈ വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലയോ, എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന് എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഇതെന്തുവാ ഈ ഹൃദയം കൊണ്ട്? അടുത്ത വാക്യം നോക്കിയാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ 4 വെൻട്രിക്കിളും ഓറുകളും ഒക്കെ ഈ അറകളുള്ള ഹൃദയം കൊണ്ട് ദൈവം കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന കാര്യമാണോ ആ എഴുതിയിരിക്കുന്നത്? അല്ല. നമ്മുടെ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യമാണോ ആ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഹൃദയത്തിന് അങ്ങനെ ആ വിശ്വസിക്കുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്? ശരീരത്തിലെ ഒരു അവയവമാണ് അത് പബ്ലിക്കലി വിളിച്ചു പറയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഒരു അവയവമാണ് വായു കൊണ്ട് ഏറ്റു പറയുക എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിക്കിൽ എഴുന്നേറ്റ് നിന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പ്രത്യുത അതൊരു വിശ്വാസത്തിന്റെ ആഴത്തെ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഹൃദയത്തിൽ അതുപോലെ ആഴമായിട്ട് അതിനെ വിശ്വസിക്കുക, യാതൊരു സംശയത്തിനും ഇട കൊടുക്കാത്ത നിലയിൽ അതിനെ ആഴമായിട്ട് വിശ്വസിക്കുക എന്നുള്ള ഒരു അർത്ഥം വരുവാനായിട്ടാണ് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നമ്മുടെ വായു കൊണ്ട്. അതായത് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് വായു കൊണ്ട് ഏറ്റു പറയുന്നത് എന്ന് പറയുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അങ്ങനല്ല, വായു കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷ പൂർണ്ണമാകൂ എന്ന് വന്നു കഴിഞ്ഞാൽ സംസാര ശേഷി ഇല്ലാത്തവരാരും രക്ഷിക്കപ്പെടത്തില്ല എന്ന് വരും. അല്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തവരുണ്ടോ? അനേക മീറ്റിങ്ങുകളിൽ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യമില്ലാതെ തിരിച്ചു വരുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. വിശ്വസിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ പോകാനോ 4 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ട്, സംസാര ശേഷി ഇല്ലാത്തവരുണ്ട്. ഇവരൊന്നും രക്ഷിക്കപ്പെടാതെ പോകും എന്ന് വരും. അതായത് നമ്മുടെ ഒരു റോൾ അതിനകത്ത് വരുന്നു എന്ന് വരും. ആ റോൾ അല്ല ഇവിടെ പറയുന്ന വായു കൊണ്ടുള്ള കൺഫെഷൻ. നമ്മുടെ ഹൃദയത്തിലെ ആ വിശ്വാസത്തിന്റെ ആഴം അത് തിങ്ങി നിറഞ്ഞ് അത് നമ്മുടെ വായിൽ നിന്ന് വെളി വരിക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ പറയുന്നത്? ഒരു ട്രഡീഷണൽ രീതി ഈ വാക്യത്തിന്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ചെയ്തിരിക്കുകയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവിടെ പറയുക, ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലയോ? ഈ പറയുന്നതിന്റെയൊക്കെ അർത്ഥം എന്ത്? യഹൂദന്മാരുടെ ചെവി അടഞ്ഞു പോയി എന്നാണോ? യഹൂദന്റെ കണ്ണ് എല്ലാം അടഞ്ഞു പോയി എന്നാണോ? മന്ദമായി പോയി എന്നാണോ? അല്ലെങ്കിൽ അവരുടെ ഹൃദയം തടിച്ചു പോയി എന്നാണോ? അവർക്ക് എന്തെങ്കിലും ഹൃദയഭിത്തികളിന്മേൽ തടി കൂടി അങ്ങനെ എന്തെങ്കിലും തടിച്ചു പോയി എന്നാണോ? ഒന്നുമല്ല.
ഇതെല്ലാം ഇതിന്റെ ഒന്നും ലിറ്ററൽ മീനിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ വിഷയം ഉറപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതേ കാര്യമാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ഇവിടെ വിശ്വാസമല്ലാതെ ഒരുത്തരുടെയും ഒരു റോളും നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വായി കൊണ്ട് എവിടെയെങ്കിലും പോയി നിന്ന് ഏറ്റു പറയാതെ ഇത് രക്ഷ നമുക്ക് ലഭ്യമാകത്തില്ല എന്നൊരു പേടി വരുന്ന രീതിയിലാണ് ഈ കാര്യം ഇവിടെ ആക്ച്വലി നമുക്ക് തോന്നുന്നത്. അതിനെ റൈറ്റ് ഡിവിഷൻ അറിയാത്ത മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ കിങ്ഡം ഗോസ്പലിൽ കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെ ഇവിടെ ചേർത്ത് ഇങ്ങനെ ജനത്തിനടുക്കൽ പറഞ്ഞ് ധരിപ്പിക്കാറുണ്ട്. അപ്പൊ അവിടെ വിശ്വാസത്തിന്റെ റോള് പകുതിയായി, ബാക്കി നമ്മുടെ റോളായിട്ട് മാറുക. ഇവിടെ വായി കൊണ്ട് ഏറ്റു പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് ആൻഡ് ഹാർട്ട് ഈസ് ബേസിക്കലി യൂസ്ഡ് ആസ് സിംബോളിക് ആണ്. ഒരു സിംബോളിക് ആയിട്ടാണ് ഇവിടെ വായും ഹൃദയത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിന്റെ അകത്തിൽ വിശ്വസിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടുക. വി മസ്റ്റ് കൺഫസ് ആൻഡ് ട്രസ്റ്റ് വിതിൻ us എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നമുക്കൊരു റോളുണ്ട്, എവിടെയെങ്കിലും പോയി 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാലേ നമ്മുടെ രക്ഷ പൂർണ്ണമാകുമെന്നല്ല. പബ്ലിക്കിൽ പോയി ആൾട്ടർ കോൾ പ്രകാരം ടെസ്റ്റ് മണി പറയുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് ഇൻ ദ ഡെത്ത് ബറിയൽ ആൻഡ് റിസറക്ഷൻ വി ആർ സേവ്ഡ്. കർത്താവിന്റെ ആ മരണ അടക്ക പുനരുദ്ധാനത്തിലെ അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. അതിലെ ആഴമായ വിശ്വാസത്താൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുക. ആരെങ്കിലും പുതുതായിട്ട് എന്നെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ വചനം കേട്ട് ആഴമായിട്ട് സമർപ്പണത്തോടെ വിശ്വസിക്കുക. അവരുടെ ഹൃദയവും മനസ്സും എല്ലാം അതിൽ നിറയുന്ന രീതിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുകയാണ്. മനസ്സിലായോ? ഇവിടെ പബ്ലിക്കിൽ പോയിട്ട് ഈ ആൾട്ടർ കോൾ ഒക്കെ കൊടുക്കാൻ കാര്യം ഈ ഒരു വാക്യത്തിന്റെ ബേസിസിലാണ്. അതിനെ വാസ്തവമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിശ്വസിച്ചു, ഓക്കെ ശരി, പക്ഷെ മുന്നോട്ട് കടന്നു വന്നാട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാട്ട്, ഞങ്ങളുടെ പറഞ്ഞാട്ട്, ജനത്തോട് പറഞ്ഞാട്ട്, ഇതിന്റെ ഒന്നും ആവശ്യം രക്ഷയ്ക്കില്ല. നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല കാര്യം, എനിക്കത് ഇഷ്ടമാണ്, ഞാനും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ കൂട്ടിച്ചേർക്കരുത്. രക്ഷയ്ക്ക് കൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ് രക്ഷ. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് നമ്മൾ സ്വർഗത്തിലോട്ട് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുക, ഫോർ വാട്ട് റീസൺ ഐ ഷുഡ് ലെറ്റ് യു ഇൻ ടു മൈ ഹെവൻ എന്ന് ചോദിക്കുക. നിങ്ങൾ എന്ത് കാരണത്താൽ ഞാൻ സ്വർഗത്തിൽ ചേർക്കണം? നമ്മൾ മരിച്ചു, നമ്മുടെ ആത്മാവ് ഇങ്ങനെ നിൽക്കുകയാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുക, ഫോർ വാട്ട് റീസൺ ഷുഡ് ഐ ലെറ്റ് യു ഇൻ ടു ദ ഹെവൻ എന്ന് ചോദിക്കുക. നിങ്ങൾ എന്ത് കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ ചേർക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും, ഞാൻ ബോൺ അഗെയിൻ ആണ്. ഞാൻ ഇന്നത്തെ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ ബോൺ അഗെയിൻ ആണ്, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ആളാണ്, ഞാൻ വാട്ടർ ബാപ്റ്റിസം വെള്ളത്താൽ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി സൽപ്രവൃത്തി ചെയ്യുന്ന ഒരാളായിരുന്നു, ഞാൻ വിശുദ്ധ ജീവിതം നയിച്ച ആളാണ്, പിന്നെ 10 കൽപ്പന പറയണ്ട, ഞാൻ അതിൽ ഒന്നും വള്ളി വിട്ടിട്ടില്ല, പതാരം കൊടുക്കുമായിരുന്നു, സഹായം ചെയ്യുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകും. ഈ ഒരു കാര്യവും നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ നിങ്ങൾ യോഗ്യരാകത്തില്ല. ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സേവ്സ് യു. കർത്താവ് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായിരിക്കുക. അതിലെ വിശ്വാസത്താൽ മാത്രമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ പറയാ, കർത്താവ് എനിക്ക് ആ വിശ്വാസമുണ്ട്, ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിൽ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട്, പ്ലസ് ഞാൻ ബോൺ അഗെയിൻ ആണ്, പ്ലസ് ഞാൻ വാട്ടർ ബാപ്റ്റിസം എടുത്തിട്ടുണ്ട്, പ്ലസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഈ പ്ലസ് 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 വരുമല്ലോ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒന്നാമത്തേനകത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്ലസ് പ്ലസ് പ്ലസിന് പോകാനിടയായത്. ഇവിടുത്തെ കർത്താവ് പറയുന്നത് കാൽവറിയിൽ ഒഴുകിയ രക്തമല്ലാതെ വേറെ ഒരു സംഗതി നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമില്ല. ഈ കൃപാ കാലഘട്ടത്തിൽ ഇന്ന് മരിച്ച ഒരാള് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഫോർ വാട്ട് റീസൺ ഐ ഷുഡ് ലെറ്റ് യു ഇൻ ടു ദ ഹെവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിൽ ഞാൻ അടിപതറാതെ ആഴമായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ അതിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ആ ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനറിയാം അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആൻസർ. നമ്മുടെ ഒരു റോളും ഇവിടെ ഇതിന് ബാധകമല്ല എന്ന് സ്വർണ്ണ ലിപികളിൽ എഴുതി ഞാൻ നിങ്ങൾക്ക് തരാം. വേറെ ഒരു കാര്യങ്ങളും ഇതിന് ബാധകമല്ല. നമ്മളൊക്കെ പൈസ അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ട് സേവ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സേവിങ് നമ്മൾ ചെയ്യാറുണ്ട്. ബാങ്കിൽ FD ആയിട്ട് ഇടും. ബാങ്കിൽ ക്യാഷ് കൂടുതലാകുമ്പോഴേ അതെടുത്ത് FD ആക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, ഷെയർ മാർക്കറ്റിൽ കുറെ കാശിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റീസ് ഒക്കെ കുറെ മേടിക്കും. പിന്നെ ഗോൾഡ് കുറെ പേര് മേടിച്ചു വെക്കും.
ഗോൾഡ് മേടിച്ച് ബാങ്കിൽ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സൗകര്യമായിട്ട് ഗോൾഡ് മേടിച്ചു വെക്കും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേടിക്കും, സ്ഥലങ്ങൾ മേടിക്കും, ചിലർ ബോണ്ടുകളിലൊക്കെ പൈസ നിക്ഷേപിക്കും. ഇതെല്ലാം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്തത് ഒന്ന് പൊട്ടിപ്പോയാൽ മറ്റേത് കിട്ടണം. റിയൽ എസ്റ്റേറ്റിന്റെ വില പോയി കഴിഞ്ഞാൽ ഗോൾഡ് വിറ്റ് കാശാക്കണം. ഗോൾഡ് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് പച്ചപിടിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കണം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് എന്താ പറയുക, നമ്മള് ഫിക്സഡ് ഡിപ്പോസിറ്റിലിടും. ഇതെല്ലാം ഒന്നിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റതിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഇന്ന് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിലും എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ പതാരം കൊടുത്തു, 10 കൽപ്പന അനുസരിച്ചു. ഇതെല്ലാം കർത്താവ് നമ്മൾ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തിയെ അർത്ഥമില്ലാതാക്കുക, വ്യർത്ഥമായി പോവുക. ഇതുകൊണ്ട് പോൾ പറയുന്നത് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പറയാൻ കാര്യം ഇതാണ്, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ രക്ഷ പൂർണ്ണമാകത്തില്ല. നാം പരിപൂർണ സമർപ്പണത്തോടെ ആഴമായി വിശ്വസിക്കണം. ആക്ച്വലി അതിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ പൂർണ്ണമാകത്തില്ല എന്നുള്ളൊരു പഠിപ്പിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതല്ല ആ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. താപ്പോട്ട് മുന്നോട്ട് പോകാം. അതിന്റെ 11-ാമത്തെ വാക്യം കണ്ടില്ല. 11-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. ആ 11-ാം വാക്യത്തിൽ തന്നെ റീട്രേറ്റ് ചെയ്യുന്ന കേട്ടോ. അവിടെ പറയുകയാണ് അതിലെ വിശ്വാസം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കാൻ, കർത്താവ് ലോകത്തിൽ വരുമ്പോൾ 12 ശുശ്രൂഷ കാലത്തും എല്ലാം ഈ ഒരു വാക്യം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ടേ, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇതെല്ലാം പഴയ നിയമത്തിലെ കൊട്ടേഷനുകൾ കാണിച്ച്, അവർക്ക് കൊടുത്തിരുന്ന ഉപദേശങ്ങൾ കാണിച്ച് പോള് അവരെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. 12-ാമത്തെ വാക്യം, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ഈ കാലഘട്ടത്തിലാണ് യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ഈ ലോകത്തിലായിരുന്ന കാലത്ത് യവനെന്നും യഹൂദനെന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. 12 ശുശ്രൂഷ വേളയിൽ അവര് യവനെന്നും യഹൂദനെന്നുള്ള വ്യത്യാസമുണ്ട്. അതായത് ജാതി എന്നും യഹൂദനെന്നുള്ള വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ കാലഘട്ടത്തിൽ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ഈ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആ കനാനിയ സ്ത്രീ വന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു രംഗം. അതൊക്കെ ആ യഹൂദനും ജാതി എന്നുള്ള ആ ഒരു വ്യത്യാസം നിൽക്കുന്നത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, കർത്താവ് തന്നെ അവരെ അയക്കുമ്പോൾ പറയുന്നുണ്ട് ജാതികളുടെ അടുക്കൽ പോകരുത്. 10-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ഈ ശിഷ്യന്മാരെ അയക്കുക. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും, കണ്ടില്ലയോ? അവിടെ എല്ലാം ഈ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ 2-ാം അധ്യായത്തിലെ ആ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുമ്പോഴും അത് യഹൂദന്റെ ഇടയിലാണ് ആ ദൈവപ്രവൃത്തി നടക്കുന്നത്. അവിടെ ഒരു ജാതികനുമില്ല. ആ ഒരു വ്യത്യാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഇത് യഹൂദന്റെ പദ്ധതി ആയതുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരെ, യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, കണ്ടോ, ഇത് ജാതികളുമായിട്ടുള്ള ആ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. 22-ാമത്തെ വാക്യം നോക്കിയേ. 22-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ ആ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുന്ന ദിവസം അവിടെ കൂടിയിരുന്ന യഹൂദന്മാരാ. അവരോട് പറയുക. 36-ാമത്തെ വാക്യം നോക്കി. ഇതെല്ലാം സ്പെസിഫിക് ആയിട്ട് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുകൊണ്ട് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. ഇതൊന്നും ജാതികളോടും യവനന്മാരോടും മറ്റുള്ളവരോടും എല്ലാവരോടും പറഞ്ഞിരുന്ന ഒരു കാര്യമല്ല. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ആ കാലം വരെ, അല്ലെന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആ കാലഘട്ടം വരെ ഈ യവനെന്നും യഹൂദനെന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതായത് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത് വരെ ഈ വ്യത്യാസം വളരെ പ്രബലമാണ്.
കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പ്രബലമാണ്, പന്തിരുവരുടെ ശുശ്രൂഷ വേളയിൽ ഇത് പ്രബലമാണ്. എല്ലാ രീതിയിലും നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ വ്യത്യാസം മാറുന്നത്, ആ ജൂ ജെൻഡയിൽ നിന്നുള്ള വ്യത്യാസം ഇല്ലാതാകുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാ പദ്ധതി അറിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേലയ്ക്കാക്കിയതിനു ശേഷമാണ്. പോളിനെ വിളിക്കുന്നത് വരെ ഇങ്ങനൊരു മെസ്സേജോ ഇങ്ങനൊരു രക്ഷാ പദ്ധതിയോ ഒരിടത്തും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യഹൂദനും യവനും എന്നൊരു വ്യത്യാസം ഇല്ല എന്നുള്ളത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ജാതിയന് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ അവൻ ജൂയിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യെശയ്യാ പ്രവചനം 56 അധ്യായം നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആ വ്യത്യാസം 56 അധ്യായം 6-7 വാക്യങ്ങളിൽ 6-7 വാക്യങ്ങളിലെ യെശയ്യാ പ്രവചനം 56 അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, മനസ്സിലായോ? അങ്ങനെ ആരെങ്കിലും അന്യജാതിക്കാരൻ ഈ മാർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം എന്ന് പറയുന്നത് ഇവിടെ ഈ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് പരിച്ഛേദനയാണ്. എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ, അതായത് ഈ പ്രോസലൈസേഷൻ പ്രോസസ്സിലേക്ക് വരുന്നവർക്ക് അതിലേക്ക് വരാൻ കഴിയും. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ, അതായത് യെരുശലേം ദേവാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ഇവരെല്ലാവരും ഈ പ്രോസലൈസേഷനിൽ കൂടി യഹൂദനായി തീരുവാനായിട്ട് ഉള്ള സാഹചര്യമുണ്ട്. അത് ദൈവം അംഗീകരിച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കാര്യം ആ കാലഘട്ടത്തിൽ യഹൂദനെന്നും യവനെന്നും ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ഈ കാലത്ത് അങ്ങനെയില്ല. ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ജാതികൾ ഇങ്ങനെ യഹൂദ മതാനുസാരിയായി മാറിക്കഴിഞ്ഞാൽ അവർ അബ്രഹാമിന്റെ ബ്ലഡ് ലൈനിൽ നിന്ന് മാറിപ്പോവുകയല്ലേ, അതുകൊണ്ട് അവർക്ക് ആ ഒരു അധികാരം കിട്ടുമോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. കാര്യം ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മാർഗമാണ് ജൂയിഷ് പ്രോസലൈസേഷൻ, അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയായിട്ട് മാറുക. അപ്പന്മാരുടെ ആ ഒരു ബ്ലഡ് ലൈനിൽ കൂടെ അല്ല, കർത്താവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രമാണം അവർ ഫോളോ ചെയ്യുമ്പോഴത്തേന് അവർ യഹൂദനായിട്ട് മാറുക, അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയായിട്ട് മാറുക. ഒരു യഹൂദനുള്ള എല്ലാ അവകാശങ്ങളും യഹൂദ മതാനുസാരിക്കും ലഭിക്കുക. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗവും ആ സ്വർഗരാജ്യവും ഈ യഹൂദ മതാനുസാരിക്കും അതുപോലെ ലഭിക്കാൻ പോവുക. കാര്യം അത് ചെയ്യേണ്ടതിന് അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം, പ്രമാണങ്ങളും അനുസരിക്കണം. കർത്താവിന്റെ ആലയത്തെ ആ ദൈവത്തിന്റെ ആലയമായിട്ട് അവർ അംഗീകരിക്കണം. അങ്ങനെ അവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവര് ദൈവത്തിന്റെ ജനമായിട്ട് മാറും എന്ന് കർത്താവ് തന്നെ കൽപ്പനയിൽ കൂടി ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രോസലൈസേഷനിൽ കൂടി അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള അവസരമുണ്ട്. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല എന്ന് പറയുന്നത് ഇന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തീത്തോസ് 2:11 പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായത്. അതുകൊണ്ട് ഇന്ന് യവനെന്നും യഹൂദനും ഉള്ള ഒരു വ്യത്യാസം ഇല്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. ഇതെല്ലാം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കോട്ട് എടുത്ത് കാണിച്ച് ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം പരന്നു. ഇത് ഞാനൊരു അല്പം ഫാസ്റ്റായിട്ട് അങ്ങ് പോകുന്നത് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമുക്കൊരു ടേക്ക് അവേ ആയിട്ടില്ല. അവരെ എങ്ങനെ അവർക്ക് ദൈവം കൊടുത്തിരുന്ന പദ്ധതിയിൽ നിന്ന് അവരത് മനസ്സിലാക്കാതെ അവർ പ്രവർത്തിയാൽ മാത്രം ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട്, ദൈവ സ്നേഹത്തോടെ അല്ലാതെ അവർ ദൈവത്തെ തിരഞ്ഞതുകൊണ്ട് അവർ വീണുപോയി എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1 മോശെ പറയുന്നു. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോട് പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. ഇവിടെല്ലാം പറഞ്ഞു വരുന്നത് ബേസിക്കലി യഹൂദൻ കർത്താവിനെ അന്വേഷിക്കുന്നത് പോലെ
ആത്മാർത്ഥതയോട് ദൈവസ്നേഹത്തോട് തിരയാഞ്ഞത് കാരണം ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർക്ക് പന്തിരുവരിൽ കൂടി ദൈവത്തെ എതിരായിട്ട് തിരിഞ്ഞിട്ടും മശിഹായെ ക്രൂശിച്ചിട്ടും പന്തിരുവരിൽ കൂടി ദൈവം അവരോട് വീണ്ടും സംസാരിച്ചു. 1 വർഷം കൂടെ ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തു. അവർക്ക് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ അവരുടെ ഇടയിൽ വീണ്ടും പ്രസംഗിച്ചു. പരിശുദ്ധ ആത്മാവിനെ അയച്ചു. വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അവരെ ഫലപ്രദമാകുമോ എന്ന് കാണുവാനായിട്ട് 1 വർഷം കൂടെ അനുവദിച്ചു. പക്ഷെങ്കിൽ ഒരു മൈനോറിറ്റി മാത്രമേ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നുള്ളൂ. ഇസ്രായേൽ ആസ് എ ഹോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരാതെ പോയി. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളയുവാനായിട്ടിടയായി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ പറയാറുള്ള ഒരു ഉപമ മാത്രം ഒന്ന് പെട്ടെന്ന് വായിച്ച് അത് ഓർപ്പിക്കാമെന്നൂടെ 5 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഒരു ടേക്ക് അവേ അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകുന്നില്ല, പോയാൽ ഇന്ന് തീരത്തില്ല. പഴയ നിയമത്തിലെ ഒത്തിരി റെഫറൻസുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. താനും ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, അതില് ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. താനും അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് 3 വർഷം അവരോട് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. ആ അത്തിമരത്തിൽ ഫലം ഉണ്ടാകുന്നില്ല, ആ അത്തിക്ക് ഇത് മനസ്സിലാകുന്നില്ല, അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അവൻ തോട്ടക്കാരനോട്, അതായത് യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവം ചോദിക്കുന്ന പോലാണ്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായിട്ട് ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. ഇവർ തിരിഞ്ഞു വരുന്ന ലക്ഷണം കാണുന്നില്ല. ഇവർക്ക് ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ നിർത്താതെ വെട്ടിക്കളയാൻ പറയുക. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. അവൻ തോട്ടക്കാരനോട്, ഇത് ഇപ്പോൾ 3 സംവത്സരമായിട്ട് ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിന് കർത്താവ് പിതാവിനോട് ചോദിക്കുക, കർത്താവേ, ഞാന് അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. 1 വർഷം കൂടെ എനിക്ക് തരാൻ പറയുക. ഞാൻ അതിനൊന്ന് കിളച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് അത് അത്തി ഫലം കായ്ക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ എനിക്ക് 1 വർഷം കൂടെ തരാൻ പറയുക. അപ്പൊ പിതാവ് ഇവിടൊക്കെ ചോദിക്കുന്നത്, ശരിക്കും ആ ഗ്രീക്ക് ഒറിജിനൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നിടത്ത് അവിടെ പറയുന്നത് എന്താ പറയുന്നത്, കർത്താവ് ഈ കാൽവറിയിലേക്ക് പോകുമ്പോൾ ഇവര് അറിയാതെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലാണ് ഇവിടെ പറയുന്നത്, എനിക്ക് 1 വർഷം കൂടെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്. എന്നാൽ മേലാൽ കായ്ച്ചില്ലെങ്കിലോ, 1 വർഷം കൂടി തന്നിട്ട് അതിൽ ഫലം കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ സംഭവം യേഹൂദനെ വിട്ടുകളയുന്ന കാര്യമാണ്. കർത്താവ് കാൽവറിയിൽ യാഗമാകുമ്പോഴും അവരെ വെട്ടിക്കളയാൻ പറയുമ്പോഴും 1 വർഷം കൂടെ തരാൻ പറയും. ആ 1 വർഷം പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിൽ അയച്ച് ഫലവും വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അവരതിൽ രക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ 12 അപ്പോസ്തലന്മാരിൽ കൂടെ അവരോട് പ്രസംഗിക്കുക. പക്ഷെ അവരാരും ഇതിലേക്ക് വരാനായിട്ട് ഇടയായില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്തേഫാനോസിനെ എറിഞ്ഞ് കൊന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ദൈവം അവരെ കൈവിടുന്നത്. ഇവിടെ റോമാലേഖനത്തിന്റെ 18 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചല്ലോ. അതിന്റെ എല്ലാം ആ ഒരു എന്താ പറയുന്ന ഒരു ബോട്ടം ലൈൻ, അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1-ാമത് മോശ പറയുന്നു. ഇവിടെ എല്ലാം പറയുന്നതിന്റെ ആ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ടുള്ള ആ ഒരു രക്ഷ ദൈവം അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഭാവിയിൽ ദൈവം അവർക്ക് കൊടുക്കും. ഇപ്പോഴത്തെ തിരസ്കരണം താൽക്കാലികമായിട്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവരെല്ലാം കുത്തിവെങ്കിലേക്ക് നോക്കുന്ന ഒരു സമയം പിന്നീട് ഉണ്ടാകും. അന്ന് അവന്റെ കയ്യിലെ ആണിപ്പഴുത്തുള്ള പാടുകളും വിലാപ്പുറത്തെ ആ പാടുകളും ഒക്കെ അവര് കണ്ടിട്ട് അത് എന്താണെന്ന് ചോദിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ഭയങ്കര അനുതാപത്തോടെ കുലമായിട്ട് ഗോത്രവുമായിട്ട് അനുദപിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒരു അനുഭവം ഉണ്ട്. ഇതെല്ലാം ശരിയാ. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 5:21 നോക്കിയാൽ നമുക്ക് കാണാം, അവർ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവെ, ഞങ്ങൾ നിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ, ഞങ്ങൾ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുക, ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ എന്ന് പറയുന്ന ഒരു അനുഭവം. ഇതുപോലെ തന്നെ ഒത്തിരിയും റെഫറൻസുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാല്
ഇത് കണ്ടില്ലയോ, അതിന്റെ 2:13 പറയുന്ന വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറണം. പ്രവൃത്തികളല്ല, നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, ഞാൻ അതിന്റെ 15 മുതൽ കണ്ടില്ലേ, 15 മുതൽ വാക്യങ്ങൾ പറഞ്ഞത്, സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ പറയാം. അതിന്റെ 16 പറയുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ വാസ്തവമായിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാം. അതായത് ഇവര് ഈ സത്യം മനസ്സിലാക്കി ഇവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു അവസരം ഇവർക്ക് ദൈവം കൊടുക്കും. അങ്ങനെ അവര് ഒരു രാഷ്ട്രമായിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. അങ്ങനെ വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, അവർക്ക് വസ്ത്രം കീറുന്ന ഒരു ശീലമുണ്ട്. ആ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ വാസ്തവമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്വർഗത്തിലെ സൈന്യമായ വെട്ടിക്കിളിയും വീട്ടിലും പച്ചപ്പുഴവും തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾ നിങ്ങൾക്കുണ്ട്. അനേക വർഷങ്ങൾ ഇതിന് മുമ്പിലുണ്ട്. പച്ചപ്പുഴു തിന്നു കളഞ്ഞതിനെ വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചതിനെ തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു തിന്നു. അങ്ങനെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാമെന്ന് പറയുക. ഈ വാക്യത്തിൽ അനേക റെഫറൻസുകൾ പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും യെശയ്യാ പ്രവചനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ റെഫറൻസുകൾ എടുത്ത് കാണിച്ചിട്ട് പറയുക, എന്ത് കാരണം കൊണ്ട് ഇവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എങ്ങനെ ഇവർ വീണുപോയി, എങ്ങനെ ആ ദൈവിക പദ്ധതിയെ അറിയാതെ ദൈവത്തിൽ നിന്ന് ഇവർ വീണു പോകുവാനായിട്ട് ഇടയായി എന്ന് പോൾ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഇതിന്റെ ഒരു പൂർണ്ണ പിക്ചർ നമുക്ക് കിട്ടും. 11-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ ദൈവം ഇവരെ റീസ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇത് എന്തുകൊണ്ട് പോള് ഈ റോമാലേഖനത്തിന്റെ ഇടയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നു. ദൈവം യഹൂദന് കൊടുത്തിരുന്ന ഒരു രക്ഷാ പദ്ധതിയുണ്ട്, വിളിച്ചിരുന്ന ഒരു വിളിയും തിരഞ്ഞെടുപ്പുമുണ്ട്. അതിൽ നിന്ന് അവർ മാറിപ്പോയത് കൊണ്ട് നമുക്ക് ആ ഭാഗം, ഈ രക്ഷാ പദ്ധതിയിലേക്ക് നമുക്ക് വരാനും ഈ രക്ഷ നമുക്ക് ലഭിക്കാൻ ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട്, അവർക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് സംഭവിക്കും എന്ന് കാണിക്കുവാനായിട്ട് ഈ 3 അധ്യായങ്ങൾ ഇതിനിടയിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. 10-ാം അധ്യായം അതോടുകൂടി തീരുകയാണ്. അതിൽ കർത്താവ് അവരെ വിട്ടുകളഞ്ഞു എന്ന് മാത്രം ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇന്ന് ചിന്തിച്ച പല കാര്യങ്ങളും രക്ഷയോടുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. അത് നമ്മൾ വായി കൊണ്ട് ഏറ്റുപറയുക എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഉറപ്പിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അപ്പോൾ നാം രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് എന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഈ ചിന്തിച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആഴമായിട്ട് അതിൽ പഠിക്കുവാൻ അടുത്ത ഒരു അധ്യായം കൂടെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ഒരു പൂർണ്ണ പിക്ചർ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. തുടർന്ന് അതിനെ വായിച്ചാട്ട് അതിൽ ഏതെങ്കിലും ഭാഗം സംശയമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാട്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.